സ്വഹാബിമാർക്കിടയിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാളായിരുന്നു മഹാനായ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തെ ഖലീഫ ബഹ്റൈനിലെ ഗവർണറാക്കി നിയോഗിച്ചു. മുഗീറ വലിയ പണ്ഡിതനും കൂടിയായിരുന്നു, കാര്യങ്ങളിൽ കാർക്കശ്യക്കാരൻ. കാർക്കശ്യം ബഹ്റൈനിലെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ മാറ്റിക്കിട്ടാൻ വേണ്ടി ശ്രമം നടത്തി. നിരവധി പരാതികൾ ഖലീഫയ്ക്ക് അവർ നൽകി. ഒരുപാട് പരാതികൾ വന്നപ്പോൾ ഖലീഫ അദ്ദേഹത്തെ അവിടെ നിന്ന് പിൻവലിച്ചു. പക്ഷേ ബഹ്റൈനിലുള്ള ഈ ആൾക്കാർക്ക് ഒരു ശങ്കയുണ്ടായിരുന്നു. കാരണം മുഗീറ സമർത്ഥനാണ്. ഖലീഫയുടെ അടുക്കലെത്തിയാൽ മുഗീറ തൻ്റെ സാമർഥ്യം കൊണ്ട് തന്നെ ഈ കസേരയിൽ തിരിച്ചെത്തും. അതുണ്ടാവാതിരിക്കാൻ ഇനി എന്താണ് മാർഗം എന്ന് അവർ തല പുകഞ്ഞാലോചിച്ചു. അവസാനം ഒരു സാമ്പത്തിക അഴിമതിയോ ആരോപണമോ ഉന്നയിക്കുക ഖലീഫയുടെ മുമ്പിലെത്തി. അങ്ങനെ അവർ 1,00,000 ദീനാർ അവിടെ നിന്നും ഇവിടെ നിന്നുമായി സമാഹരിച്ചു. കൂട്ടത്തിൽ വയസ്സനായ ഒരാളെ ഖലീഫയെ കാണാൻ പറഞ്ഞയക്കുകയും ചെയ്തു. അയാളുടെ ഭാഗ്യം മുഗീറ ബിൻ ശുഅബ അടക്കമുള്ളവർ ഇരിക്കുന്ന സദസ്സിലേക്കാണ് അയാൾ കടന്നു ചെന്നത്. കയ്യിലുള്ള വട്ടി നിലത്ത് വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഖലീഫ, ഞാൻ ബഹ്റൈനിൽ നിന്ന് വരികയാണ്. ബഹ്റൈനിലെ ജനങ്ങൾ അങ്ങേക്ക് സലാം നേർന്നിരിക്കുന്നു. അവിടെ നിന്ന് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് ഈ വട്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഇതിൽ 1,00,000 സ്വർണ്ണ നാണയമാണ്. ഇത് മുഗീറ ബിൻ ശുഅബ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാണ്. അദ്ദേഹത്തിന് ഈ പണം എവിടെ നിന്നാണ് എന്നല്ലേ അങ്ങ് ചിന്തിക്കുന്നത്? അത് മറ്റെവിടെ നിന്നുമല്ല, ബൈത്തുൽ മാലിൽ നിന്ന് അദ്ദേഹം തട്ടിയെടുത്തതാണ്. അദ്ദേഹത്തിനായിരുന്നല്ലോ ബൈത്തുൽ മാലിൻ്റെയും ചുമതല. നീതി ചവിട്ടിമെതിക്കപ്പെടുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിയില്ല. ബഹ്റൈനിയുടെ ആരോപണം കേട്ടപ്പോൾ കഥ മുഴുവനും ബുദ്ധിമാനായ മുഗീറ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഇവരുടെ നീക്കം എന്താണ്? താൻ ഒരിക്കലും ബഹ്റൈനിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി തനിക്ക് മേൽ ഒരു കള്ള ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്, സാമ്പത്തികമായ അഴിമതി ആരോപണം. ഖലീഫ മുഗീറയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താണ് മുഗീറ ഈ കേൾക്കുന്നത്? ശരിയാണോ ഇത്? മുഗീറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിനുള്ളിൽ ഒരു കളവുണ്ട്. അതെന്താണ്? മറ്റൊന്നുമല്ല, ഞാൻ ഇദ്ദേഹത്തെ ശരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് 1,00,000 ദീനാറല്ല, 2,00,000 ദീനാറാണ്. ഇദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഇതുമായി വന്നിരിക്കുന്നത് ഞാൻ ഏൽപ്പിച്ച 1,00,000 ദീനാർ തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. അത് കേട്ടതോടുകൂടെ ബഹ്റൈനിൽ നിന്ന് ആരോപണത്തിൻ്റെ ഭാണ്ഡവുമായി വന്നയാൾ തല ചുറ്റി വീണു. കാരണം ഈ ആരോപണം ഖലീഫ സ്വീകരിക്കുകയാണ് എങ്കിൽ താൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് 1,00,000 ദീനാർ വെറുതെ കൊടുക്കേണ്ടി വരും. അയാൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഖലീഫ, മാപ്പാക്കണം. ഇദ്ദേഹം എൻ്റെ കയ്യിൽ 1 ദീനാർ പോലും സൂക്ഷിക്കാൻ തന്നിട്ടില്ല. ഇദ്ദേഹം ഒരിക്കലും ബഹ്റൈനിൽ തിരിച്ചു വരാതിരിക്കാൻ അവിടുത്തുകാരെല്ലാവരും
കൂടി ഈ പണം തന്ന് എന്നെ പറഞ്ഞേക്കുകയായിരുന്നു. ഖലീഫ അഭിമാനത്തോടെ മുഗീറ ബിൻ ശുഅബയെ നോക്കി. അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവത്തെ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ എല്ലാ അത്ഭുതവും ഖലീഫയുടെ മുഖത്തുണ്ടായിരുന്നു. വസ്സലാം.